ഓണൊക്കെയല്ലേ വരുന്നത്, നമുക്ക് രണ്ട് തരം സദ്യച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ വടുകപ്പുളി എടുത്തിട്ടുണ്ട്. വടുകപ്പുളി ഇതാ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ വടുകപ്പുളി ഇതാ നുറുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വടുകപ്പുളി നുറുക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വടുകപ്പുളിയുടെ ഈ സെൻട്രലിലത്തെ ഈ ഒരു വെള്ള ഭാഗവും അതേപോലെ തന്നെ കുരും ഇടാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇതാ ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതാ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇതാ നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ പൊടികളൊക്കെ ഇതാ ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ ചെറുനാരങ്ങ കഷ്ണത്തിലേക്ക് ആ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇത് അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഒരു 6 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്കറിയാം സദ്യക്ക് നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ചെറിയൊരു അഴിവുണ്ടാവില്ലേ, അപ്പോൾ അതിലേക്ക് ഇതാ തിളപ്പിച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാ ഈ ഒരു അഴിവലെ ആയിരിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും, ഒരു 3/4 ടീസ്പൂണ് നമ്മുടെ കായപ്പൊടി, 3/4 ടീസ്പൂണ് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് കേട്ടോ, ഒരു 3 ടീസ്പൂൺ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് ഇതാ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കടുകും, ഒരു 4 വറ്റമുളക് നടുമുറിച്ചതും, കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നമ്മുടെ റെഡിയാക്കി വെച്ച് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നാരങ്ങ വടുകപ്പുളി സദ്യ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ മാങ്ങച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയേ, 300 ഗ്രാം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതാക്കി കണ്ടോ നുറുക്കിയെടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ ഇടുമ്പോൾ നമ്മളിതാ തൊലി ചെത്തിയിട്ടില്ല. അപ്പോൾ തൊലി കനപ്പുള്ള മാങ്ങ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മാങ്ങ മേടിക്കരുത്. തൊലി കനക്കാത്ത മാങ്ങ മേടിച്ചിട്ട് വേണം ഇതേപോലെ തൊലി അടക്കമായിട്ട് കുഞ്ഞീതാക്കിയിട്ട് നമ്മൾ നോക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതാ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കറിയാം അച്ചാറിന് ഉപ്പൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കണം. നന്നായി ഇളക്കി കൊടുത്ത് ഒരു 1/2 മണിക്കൂർ നേരം വെച്ച് കഴിയുമ്പോൾ നോക്കി നോക്കും നമ്മുടെ മാങ്ങയിൽ ഇതേപോലെ വെള്ളം വരും കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളം കളയാം, അതല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ എല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചു, കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇതേപോലെ പുകഞ്ഞ് നിൽക്കണം ആ ഒരു സമയത്ത് അത്രയും ചൂടിൽ തന്നെ വേണം നമ്മുടെ മാങ്ങച്ചാർ റെഡിയാക്കുമ്പോൾ അതിലേക്ക് താളിച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു പുകയും ചൂടും അതാണ് നമ്മുടെ ഈ സദ്യ മാങ്ങച്ചാറിൻ്റെ ഏറ്റവും പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇനി അങ്ങനെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ തിളപ്പിച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ടായാലും നമുക്കിത് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണ സദ്യ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.